അതിൻ്റെ ഇളയെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ മക്കളുമായിട്ട് ചുമ്മാ കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ നേരെ വന്ന എവിടെയാണെന്നറിയോ, കൊല്ലത്ത് നമ്മുടെ കോളേൻഷ്യലുണ്ടല്ലോ ഒരു പാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. പാർക്കും നമ്മുടെ ഓപ്പൺ ജിമ്മും ഒക്കെ ആയിട്ട് അങ്ങനെ അവിടെ കുറെ ടീമുകൾ സ്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മോളെ അവരെ കൂടെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവർ പഠിപ്പിക്കുന്നേ കണ്ടുകൊണ്ടിരുന്ന കേട്ടോ. ഒറ്റവെള്ളം നടത്താണ്ട് കഴിഞ്ഞാൽ അവക്കെല്ലാം അറിയാന്നുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങൾ സ്കേറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പോയ എവിടെയാണെന്നറിയോ, അവിടെ ഒരു ഓപ്പൺ ജിം ഉണ്ട്. അപ്പോൾ ഓപ്പൺ ജിമ്മിൽ വന്നിട്ട് ഞാനിങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പിള്ളേർക്ക് വ്യായാമമാണ് വേണ്ടത്. അങ്ങനെ ഞാൻ ഇതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ കൊച്ചവക്കും അതുപോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് കാലെത്തത്തില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുണ്ടല്ലോ ഞാനൊന്ന് ചെയ്തു നോക്കി. പക്ഷെ നടന്നില്ല. അവസാനം അവള് തന്നെ അവളുടേതായിട്ടുള്ള വഴി കണ്ടെത്തി. അവൾ അതിൽ ഊഞ്ഞാലാടി. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ നേരെ വേറൊരു സ്ഥലത്തോട്ട് പോകാൻ വിചാരിച്ചിട്ട്. കൊല്ലത്തിന്റെ ഫുൾ മാപ്പാണ് കേട്ടോ ഇത്. കൊല്ലം ഒന്ന് ചുറ്റിക്കാണോന്ന് വെച്ചാൽ ഇത് ഉപകാരപ്പെടും കേട്ടോ. എങ്ങോട്ടാ പോകുന്നേ? നേരെ വണ്ടി എടുത്ത് കൊല്ലം ബീച്ചിലോട്ട് പോയിട്ടോ. നമുക്ക് ഈ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇതൊക്കെ ഉള്ളൂ. അവർക്ക് വേണ്ടി നമ്മൾ ലക്ഷങ്ങളും കോടികളും ഒന്നും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അവർക്ക് വേണ്ടത് നമ്മുടെ സമയമാണ്. അവരുടെ കൂടെ നമ്മളുള്ളപ്പോൾ ആ സമയവും ആ ഓർമ്മകളും അവരുടെ ബാല്യത്തെ ഇത്രയും നല്ലതാക്കുന്നത്. അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സമയവും നമ്മുടെ സാമീപ്യവുമാണ്. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അതൊക്കെ തന്നെയാണ്. നമ്മളത് കാണുന്നില്ല.